ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കുറേ ആയിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു റെസിപ്പി വീഡിയോ ഇടാമെന്ന്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ലോഡഡ് ഫ്രൈസ് ആണ് കേട്ടോ. ഈസി സിമ്പിൾ എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് വേണ്ട ഐറ്റം ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ലോഡഡ് ഫ്രൈസ് ആണല്ലോ, അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഞാൻ ഇവിടെ ഇപ്പോൾ ഫ്രോസൺ ആണ് എടുത്തിട്ടുള്ളത്. ഈ പാക്കറ്റാണ്. പാക്കറ്റിൽ പകുതി പാക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലത്തെ മസാല, ഇതിൻ്റെ മസാല വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നല്ല ടേസ്റ്റുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്താൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഇത് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. അപ്പോൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ ഒന്ന് ഓവനിൽ വെച്ച് ചൂടാക്കാൻ പോവാണ് കേട്ടോ. കാരണം ഇത് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പണി പാടും. അതുകൊണ്ടാണ് നമുക്ക് വെച്ചിട്ട് ഞാൻ ഒരു 2 minutes ചൂടാക്കാൻ വയ്ക്കുന്നുണ്ട്. അതിന് നമുക്ക് പാത്രം എടുക്കാം. ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ നിറയെ പാത്രങ്ങളുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ എടുക്കുന്നത് ഈ ഒരു പാത്രമാണ്. ഇതെനിക്കിഷ്ടമുള്ള ഒരു പാത്രമാണ്, കാണാൻ രസമാണ്. നമുക്ക് ഈ ഒരു പാത്രം കൊടുക്കാം. ആക്ച്വലി ഈ പാത്രം വേണ്ട, ഇത് കുറച്ചുകൂടി വലുതാണ്. കുറച്ച് ചെറിയ പാത്രം വേണ്ട. നമുക്ക് ഈ പാത്രം എടുക്കാം കേട്ടോ. ഇത് ഞാൻ ഓണാക്കാൻ പോവാണ്. ഓണാക്കിയിട്ടുണ്ട് ഗൈസ്. ഇതാ നമ്മുടെ അച്ഛമ്മ കേട്ടോ പുറകിലിരിക്കുന്നത്. ഫ്രഞ്ച് ഫ്രൈസ് ചൂടായിട്ടില്ല. നമുക്ക് ഒരു 2 minute കൂടെ വയ്ക്കാം. നമുക്ക് അതാവുമ്പോഴത്തേക്കും ഞാൻ ലൈറ്റ് ഇടാം. ലൈറ്റ് അപ്പം അത് ആകുമ്പോഴത്തേക്കും പിന്നെ എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം നെക്സ്റ്റ് ഇങ്ങനെ നമുക്ക് ഈ ചിക്കൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ട അത്രയും ചിക്കൻ ഉണ്ട് കേട്ടോ. പിന്നെ പുറത്ത് കാറ്റാണ്, അതിൻ്റെ സൗണ്ട് ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട്. നല്ല വുഡിൻ്റെ കട്ടിങ്. നമ്മുടെ നാട്ടിലെപ്പോഴും ഇത് ആണ് കാണാറ്. ഇത് നല്ല വുഡിൻ്റെ കട്ടിംഗ് ബോർഡാണ് കേട്ടോ. ഇത് കേമാട്ടിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഇപ്പോഴെങ്കിലും ചൂടായോ നോക്കാം ഗൈസ്. ഇല്ല ഗൈസ്, ചൂടായിട്ടില്ല. കുറച്ചുകൂടി ആയിക്കോട്ടെ അല്ലേ. വയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് കത്തി എടുക്കാം. എൻ്റെ കത്തിയുള്ളൂ. കത്തിയാണ്. ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഷ്രെഡ് ചെയ്യുന്ന പോലെയൊക്കെ എങ്ങനെയാലും കുഴപ്പമില്ല, ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു പീസായാൽ മതി. അപ്പോൾ ഇത് വേഗം കട്ട് ചെയ്തെടുക്കാൻ അത്യാവശ്യം സമയം എടുക്കും. അപ്പോൾ ഞാനിത് വേഗം ഒരു ട്രാൻസിഷനിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രണ്ട്സ്, ഇതാ നമ്മൾ ചിക്കൻ ഇത് പിച്ചിക്കല്ല കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ വറക്കാനിട്ടിട്ടുണ്ട് ഫസ്റ്റ് തന്നെ. അത് നിങ്ങളെപ്പോഴും വറക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ഇത് വറക്കുമ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെയല്ലേ ഉള്ളത്. നിങ്ങൾ വറക്കുമ്പോൾ ഇത് മുങ്ങി നിൽക്കണം, എണ്ണയിൽ മുങ്ങി നിൽക്കണം. പിന്നെ ഓരോന്ന് സ്പേസ്ഡ് ആയിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ കിട്ടും കേട്ടോ. അപ്പം ഞാനിപ്പോൾ വറുത്തെടുത്തത് ഞാൻ കാണിച്ചു തരാം. നല്ല രസത്തിൽ വന്നിട്ടുണ്ട്. അതങ്ങനെ ഇട്ടുകൊണ്ടാണ്. കുറച്ച് നമ്മൾ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെയായി കിട്ടൂല കേട്ടോ. കണ്ടോ, ഇപ്പോൾ കാണാനും നല്ല രസമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ വറുക്കുന്നത്. അമ്മ ഓവണിൽ വയ്ക്കാമെന്ന് പറയും. എനിക്ക് ഓവണിൽ വെച്ചിട്ട് ഇഷ്ടമല്ല. ഓവണിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടൂല. കാരണം ഓവണിൽ വെച്ച് കഴിഞ്ഞാൽ മറ്റേ എന്താണ് എയർ ഫ്രയറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ലാതെ കിട്ടും. പക്ഷെ ഓവണിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല എപ്പോഴാവുന്നതെന്ന്. അതുകൊണ്ട് നിങ്ങൾ മൈക്രോവേവ് അല്ല, എയർ ഫ്രയറിൻ്റെ കയ്യിൽ വെച്ചോളൂ. അല്ലെങ്കിൽ ഇങ്ങനെ വറുത്തെടുക്കുന്നതാണ് സൂപ്പർ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. പിന്നെ ഞാൻ ചിക്കൻ അവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സോസ് ഉണ്ടാകണം. പിന്നെ അത്രയും ഉള്ളോട്ട് പണി, അധികം പണിയൊന്നുമില്ല, പെട്ടെന്നായിക്കോട്ടെ. ജസ്റ്റ് ഈ ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും വറുക്കുന്നത് മാത്രം ഒരു പണിയായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ വറുത്തെടുക്കട്ടെ. അത് പിടിച്ചിട്ട് കോരാൻ നല്ല പാടാണ്. ഞാൻ അത് കോരിട്ടേക്കും. അത് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ സോസ് റെഡിയാക്കാം.
ഗൈസ് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ സോസ് റെഡിയാക്കാം. സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മയണൈസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ കടയിൽ നിന്ന് വെച്ചാണ് മയണൈസ് കാണിച്ചു തരാം. മയണൈസ് അമ്മ ഇടക്കുണ്ട്. ഞാനാണ് എടുത്തിട്ട് ഫുൾ പരിപാടി. ഹെയിൻസിൻ്റെ ഒറിജിനൽ മയണൈസാണ്. അപ്പോൾ ഇത് ഫ്രീ റേഞ്ച്. അപ്പം ഞാൻ എന്താ ഇവിടെ മയണൈസ് ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയണൈസ് ഉപയോഗിക്കാം കേട്ടോ. എനിക്ക് ഉണ്ടാക്കാൻ മടിയായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നില്ല. പിന്നെ അതിലൂടെ നമ്മൾ കെച്ചപ്പ്, ഇത് ഹെയിൻസിൻ്റെ തന്നെയാണ് ടൊമാറ്റോ സോസ്. ഇതും കൂടി ആഡ് ചെയ്ത് നോക്കുക. അപ്പം ഇനി നമ്മളൊന്ന് ഫ്രഞ്ച് ഫ്രൈസിൽ ചെക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. സോ ഗൈസ് ബാക്ക് ടു ദ സോസ്. നമ്മൾ ഇതിലോട്ട് ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സും നമ്മുടെ ഓറിഗാനോയും ആഡ് ചെയ്യാം. പക്ഷേ ഇവിടെ എനിക്ക് കണ്ടുപിടിക്കാൻ മടിയായതുകൊണ്ട് തന്നെ ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പം ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മാത്രം ആക്കിയാലും മതി കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു ഉണ്ടാവും. അപ്പം ഇത് കുറച്ച് വെള്ളം പോലെ ആയിരിക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചൊരു വെള്ളം, ഇത്തിരി വെള്ളം കേട്ടോ, കുറേ വെള്ളം പോലെ ആവരുത്, കുറച്ച് വെള്ളം പോലെ കേട്ടോ. കാണിച്ചു തരാം. ഇതുപോലെ ഇരിക്കണം, തിക്കാവരുത് അധികം. ഇപ്പം നിങ്ങൾ മയണൈസ് അടിക്കുമ്പോൾ കുറച്ച് തിന്നായിട്ട് അടിച്ചാലും മതി. കുറച്ചുകൂടി കെച്ചപ്പ് അടിച്ച് കൊടുക്കേണ്ട ഒരു കളറിന് വേണ്ടിയിട്ട്. ഇത് നമ്മുടെ സ്പെഷ്യൽ സോസാണ്. ഇതിലോട്ട് ഒറിഗാനോ ചില്ലി ഇതും കൂടി ഇട്ട് കൊടുത്താൽ സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ലാസ്റ്റ് ഐറ്റം നമുക്ക് വേണ്ടത് ചീസാണ്. ഞാൻ ചീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ചീസ് നമുക്ക് ഇതിനകപ്പാട് 5 ഇൻഗ്രീഡിയൻസേ വേണ്ടൂ. നമുക്ക് ടൊമാറ്റോ സോസ്, മയണൈസ്, ചിക്കൻ, ചീസ്, ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനെ കുറേ പേര് കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ടാക്കും. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്, അതുകൊണ്ട് ഇത് സൂപ്പർ. പക്ഷേ സിമ്പിളാണെങ്കിൽ പോലും അത്രയ്ക്ക് അടിപൊളിയാണിത്. എൻ്റെ ഫേവറേറ്റ് ലോഡ് ഫ്രൈസ് ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഞാൻ നാട്ടിൽ പോയപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരിടത്തുനിന്ന്. അതെനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല, ഒന്നിനും കൊള്ളില്ലായിരുന്നു. കാരണം ഭയങ്കര ഓവറായിട്ട് അവർ സോസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ എന്തൊക്കെയോ അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും മര്യാദയ്ക്കായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോകുന്നതിന് മുന്നേ കേട്ടോ ഞാൻ അത് ഉണ്ടാക്കി നോക്കി. അച്ഛനും അമ്മയ്ക്കും അമ്മമ്മയ്ക്കും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു റെസിപ്പി. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ചിക്കൻ്റെ റെസിപ്പിയാണ്, ചിക്കൻ ഉണ്ടാക്കിയ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അത് വേറെ വീഡിയോ ഇട്ടിടാം കേട്ടോ. അപ്പോൾ ഇനി ഫ്രഞ്ച് ഫ്രൈസ് കുറച്ചുകൂടി വറക്കാണ്ട് അതും കൂടി വറുത്തെടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ് സെറ്റ് ചെയ്യാനുള്ള പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഗൈസ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇടുന്നത് ഇതിലോട്ട് നമ്മൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇതോടെ ഇടുകയാണ്, കാരണം ചൂടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ വറുത്തെടുത്തതാണ്, ഇത്രയും വേണ്ട, കുറച്ച് എടുക്കുന്നുണ്ട്. കാരണം നമുക്ക് 2 ലെയർ ആക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെയർ വേണം അത്രയും ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സോസ് ഉണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കി വെച്ച സോസാണ്. അപ്പോൾ ഈ സോസ് അങ്ങോട്ട് ഇതാ ഇതിൻ്റെ മുകളിൽ കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഓവർ ആക്കരുത്, പക്ഷേ എന്നാലും വേണ്ട അത്ര ഒഴിച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ മയണൈസ് എടുക്കുന്നുണ്ട് നമ്മൾ, അല്ലാതെയും മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മയണൈസും കൂടി ആഡ് ചെയ്യാം. കുറച്ച് മയണൈസ് ആഡ് ചെയ്യുന്നുള്ളൂ, ഇത്രയും മതി കേട്ടോ മയണൈസ്. അപ്പോൾ മയണൈസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കനും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചിക്കൻ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഒരു ലെയറല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചിക്കൻ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എത്ര ലെയർ ചെയ്യുന്നുണ്ടോ അത്രയും ചിക്കനാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടത്. ഞാനിവിടെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇതാ കാണുന്നുണ്ടല്ലോ അല്ലേ, ഇതേപോലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചീസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇടയിൽ ചീസ് മറന്നു പോയത് ഗൈസ്, ഞാൻ മറന്നു പോയതായിരുന്നു. ചീസ് എടുക്കട്ടെ കേട്ടോ ഗൈസ്. ചീസ് എടുക്കാൻ പോവാണ്. ഞാനിത് ഇവിടെ മൊസറല്ല ചീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്.
നമുക്ക് ഏത് ചീസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്ക് ചീസിനൊരു ഇതൊന്നുമില്ല. കുറച്ച് ചീസും കൂടി ആഡ് ചെയ്തുകൊണ്ട് ചീസ് ഉണ്ടെങ്കിലേ റോൾസിൻ്റെ ടേസ്റ്റ് വരും. നമുക്ക് ചീസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചിടുക. ഇടുക, ഫ്രഞ്ച് ഫ്രൈസ് ഇടുക, എന്നിട്ട് നമുക്ക് ഈ സോസ് ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ ഇത്. ഇവരെ കൊണ്ടൊക്കെ ടേസ്റ്റ് ചെയ്ത് ഞാൻ റിവ്യൂ അറിഞ്ഞ് കാണിച്ചുതരാം. ഇപ്പോൾ ആക്ച്വൽ റിവ്യൂ ആണ് കേട്ടോ, ഞാൻ പറഞ്ഞു പറയിപ്പിക്കില്ല. അച്ചമ്മയ്ക്ക് മാത്രം കൊടുക്കുന്നില്ല, കാരണം അച്ചമ്മ നോമ്പിലാണ് കേട്ടോ. അച്ചമ്മയ്ക്ക് വേണ്ട, ബാക്കിയുള്ള എല്ലാവർക്കും കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഇത് അടക്കിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അടച്ചിട്ട് നമുക്ക് അടുപ്പത്തോട്ട് കൊണ്ട് വയ്ക്കാം കേട്ടോ ഗൈസ്. ഇതെങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ലോ ഫ്ലെയിമിൽ സ്റ്റീമായി കൊടുക്കണം. ലോ അല്ല, ഒരു മിഡിൽ ഫ്ലെയിമിൽ ഇന്ന് ഇതായി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കാം. ഞാൻ ഇപ്പോൾ ചീസ് മെൽറ്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഇവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം കേട്ടോ. അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ഗൈസ്. ടേസ്റ്റ് ചെയ്തിട്ട് ആക്യുറേറ്റ് ഇത് പറയണേ. ടേസ്റ്റ് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണ ഉണ്ടെങ്കിൽ കഴിക്കോ. എനിക്ക് റിവ്യൂ കേൾക്കാൻ ഇഷ്ടം. ഇവിടെ എങ്ങനെയുണ്ട് പറയൂ, സത്യമായിട്ട് പറയൂ. ഓക്കെ കഴിച്ച് ഞാൻ നമുക്ക് അച്ഛനോട് ചോദിച്ചു നോക്കട്ടെ. ചേച്ചി ഇത് കഴിച്ചു നോക്കി. ഓ ചൂടുണ്ട്. സ്പൂൺ കൊണ്ട് കഴിച്ചോളി. മധുരല്ല, കഴിച്ചിട്ട് അങ്ങനെ ഓക്കെ ഗൈസ്, അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഐറ്റം സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ. എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട കേട്ടോ. ഇതുപോലത്തെ അടിപൊളി റെസിപ്പീസ് ആയിട്ട് വരുന്നതായിരിക്കും.